ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ട്രസ് ലേച്ചസ് അഥവാ 3 മിൽക്ക് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരു കേക്കാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കോക്കനട്ട് ഫ്ലേവറിലുള്ള ട്രസ് ലേച്ചസ് കേക്ക്. അത് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് നോർമലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ട്രസ് ലേച്ചസ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 1/2 kg അളവിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 kg ബേസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെയാണ്. ആ 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ട് അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കുക്കിംഗ് ടൈം കുറച്ച് കുറയുകയും ചെയ്യും അങ്ങനെ ചെയ്താൽ. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ടു. അതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1 ടേബിൾ സ്പൂണ്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മതി, നമ്മൾ 1/2 കിലോ കേക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ മുന്നത്തെ ബേക്കിംഗ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 തവണ അരിച്ചെടുത്താൽ മതി എന്ന്. നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആയ ശേഷം പിന്നെ ഇതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം നിങ്ങൾ ഫസ്റ്റ് ബിഗിനേഴ്സ് കാണുന്ന സമയത്ത് നന്നായിട്ട് 3 തവണ തന്നെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്സിങ് ഒട്ടും പിശുക്ക് കാണിക്കരുത്. മിക്സിങ് കറക്റ്റായി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കേക്ക് ബേക്കായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കാം. നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള 2 മുട്ട എടുക്കുക. മുട്ടയുടെ പുറമേ ഒന്നും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ എടുക്കുന്ന ബൗളും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ആ 2 മുട്ടയെ ആ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1/2 kg ആയതുകൊണ്ടാണ് 2 മുട്ട എടുത്തിട്ട് ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി കേട്ടോ 1 kg. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്താൽ ആ മുട്ടയുടെ സ്മെല്ല് നമ്മുടെ കേക്കിന് വല്ലാണ്ട് വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇടയിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ പഞ്ചസാര മുഴുവനായിട്ട് മെൽട്ടാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര മുഴുവനായിട്ട് മെൽട്ടാത്ത രീതിയിൽ ചെയ്തെടുത്താൽ നമ്മൾ പഞ്ചസാര കേക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് കേക്കിൻ്റെ അടിയിലൊക്കെ തരിതരിയായിട്ട് ഉണ്ടാവാനും ചാൻസ് വളരെ കൂടുതലാണ്. കേക്ക് സോഫ്റ്റായി കിട്ടുകയില്ല. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽട്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കുക കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരയൊക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി, വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആവണ വരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഓയിലാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 1/2 kg ആയതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്പീഡ് കുറക്കണം. ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ ബീറ്റർ ലോ സ്പീഡിലിട്ടിട്ട് വേണം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് കുറേ സമയം ബീറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്ററി ലൂസായി പോകും. ഈ മുട്ട പൊങ്ങി വന്നില്ലേ, അതൊക്കെ അങ്ങ് താഴ്ന്നു പോയിട്ട് ബാറ്റർ നന്നായിട്ട് ലൂസായി പോകും. അപ്പോൾ നമ്മുടെ കേക്കിന് സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ബീറ്റർ വെച്ചിട്ടല്ല നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടില്ല, അത് കുറേശ്ശെ ഇട്ടിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡുമായി ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞപ്പോൾ ബേക്കിംഗ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് എടുത്തിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ കറക്റ്റായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി തന്നെ നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ ഓവറായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ലൂസായി പോവും, കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്ത് ചെയ്ത് കൊടുക്കുക.
ഞാൻ അതിന് വേണ്ടിയിട്ടാണ് സ്ലോലി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തന്നെ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനും അങ്ങനെ ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഈ ഒരു ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ, അത് ആദ്യം തന്നെ സെറ്റാക്കി വെക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി സെറ്റാക്കി വെക്കാൻ മറന്നതായിരുന്നു. ഇത് 6 ഇഞ്ചിൻ്റെ ഒരു പാനാണ്, 1/2 kg ആയതുകൊണ്ട് തന്നെ അതൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. കുറച്ച് ഓയിൽ മാത്രം എടുത്തിട്ട് ഗ്രീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് പോകും, സൈഡ് ഭാഗമൊക്കെ ക്രിസ്പി ആയിട്ട് പോകും കേട്ടോ. ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മോൾഡ് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. നമ്മളിതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഓവൺ ആണെങ്കിൽ ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. വേറെ ഏതെങ്കിലും പാനോ പാത്രമോ ഏതായാലും അതൊക്കെ ഒന്ന് ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് ചുറ്റിച്ച് കൊടുക്കട്ടെ നമ്മുടെ ബാറ്ററി. എന്നിട്ട് ഇതുപോലെ 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നോൺ സ്റ്റിക്ക് പാനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1/2 kg ബേസാണ്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു മിൽക്കിൻ്റെ മിക്സ്ചർ തയ്യാറാക്കിയിട്ട് 3 മിൽക്ക് തന്നെയാണ് ഈ കേക്കിന് തന്നെ പേര് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് സാധാരണ ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പാലിന് പകരം ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതാവും നല്ലത്. എനിക്കിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് സാധാരണ പാലെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രഷ് ക്രീമാണ്, വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തന്നെ കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത്, ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു മിക്സ്ചറായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിന് നമ്മൾ ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഇതാണ് ഈ ഒരു കേക്കിലേക്ക് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു 3 മിക്സും കൂടെ ആവുമ്പോൾ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഫ്രഷ് ക്രീമാണ് വിപ്പിംഗ് ക്രീമിന് പകരം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് 1/2 കപ്പ് തന്നെ എടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 kg തന്നെയാണ് കേട്ടോ. കുനാഫയൊക്കെ കൊണ്ടുവന്ന സൈസ് മോൾഡാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടങ്ങ് കുത്തി കൊടുക്കാം. ആ ഉൾഭാഗത്തേക്കൊക്കെ ഈ ഒരു മിൽക്ക് മിക്സ്ചർ നന്നായിട്ട് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത തന്നെ വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കേക്കാണ്. മുഴുവനായിട്ട് അത് സോക്കായി കിട്ടണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിൽക്ക് മിക്സ്ചർ വെച്ചിട്ട്. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിൽക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എടുത്തിട്ട് വേറൊരു മോൾഡിലാക്കിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്തൊക്കെ, സെയിലിന് കൊടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ കൊടുത്താലും മതി. കഴിക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡെലിവറി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏത് രീതിയിലായാലും കുഴപ്പമില്ല. ആദ്യം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ അത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതിൽ 3/4 ഭാഗത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് സോക്കായി കിട്ടണം. നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് അതിങ്ങനെ അമർത്തി നോക്കുന്ന സമയത്ത് അത് മുകളിലേക്ക് അതിൻ്റെ മിൽക്ക് മിക്സ്ചർ ഇങ്ങനെ പൊങ്ങി വരുന്ന രീതിയിൽ വേണം അത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പം ഇതിന് നോസിൽ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ചെറിയൊരു റൗണ്ടിലുള്ള നോസിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. നോസിൽ യൂസ് ചെയ്യാതെ ഇത് ചെയ്തെടുക്കാം. നല്ല ഒരു മുല്ലമുട്ട് പോലത്തെ ഒരു ഡിസൈനാണ് ഇതിന് വരേണ്ടത്. അപ്പോൾ ഏത് ഡിസൈനായാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്താച്ചിയോ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ഡ്രൈ റോസസ് ഉണ്ടല്ലോ, അതിൻ്റെ ലീവ്സ് നമുക്ക് വാങ്ങിക്കാൻ, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്താലും മതി. ഡ്രൈ റോസസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനങ്ങനെ വാങ്ങിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അതും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ട്രസ് ലെച്ചസ് മിൽക്ക് കേക്ക്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മിൽക്ക് മിക്സ്ചർ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അവർക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റിബണൊക്കെ വെച്ചിട്ടാണിത് ഡെലിവറി ചെയ്യുക. പിന്നെ റിബൺ വെച്ചും ഒരു സ്പൂണൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്